നമസ്കാരം. ചീത്ത പറയൽ രണ്ടു തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി പ്രാക്ടിക്കലായിട്ട് ഈ അടുത്ത നാൾ പറഞ്ഞ ഒരു ചീത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഈ ഈ അടുത്ത നാൾ ഒരു സ്ത്രീയെ, ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നു. രണ്ടാഴ്ചയായിട്ട് സ്ത്രീകൾ ഒരേ കരച്ചിൽ, നിർത്താതെ കരയുവാണ്, ഏങ്ങലടിച്ച കരയുവാണ്. വീട്ടുകാർ ചോദിച്ചു കാരണങ്ങൾ, കൂട്ടുകാരും ഭർത്താവും മക്കളും ഒക്കെ ചോദിച്ചിട്ട് എന്ത് കാരണത്താലാണ് കരയെന്ന് പറയുന്നില്ല. ഇവിടെ കൊണ്ടുവന്നു. ഞാൻ 3-4 വട്ടം ചോദിച്ചിട്ടും ആ എന്ത് കാരണത്തിലാണ് കരയെന്ന് പറയുന്നില്ല. ഞാൻ ഉടനെ ബൈഹാനോട് പുറത്തു വെക്കാൻ പറഞ്ഞു. അവരോട് ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടും എന്ത് കാരണത്താലാ കരയെന്ന് പറയുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ അവരെ സൈക്കോ തെറാപ്പി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ചെയ്തിട്ട് ഉപബോധ മനസ്സ് വെളിയിലെടുത്ത് ചോദിച്ചു. അന്നേരമാണ് ഒരു നീണ്ട കഥ, ഒരു പ്രാക്ടിക്കൽ ചീത്ത പറയലിന്റെ ഒരു കഥ അന്നേരം പുറത്തു വന്നു. ഏതാനും ഒരു മാസത്തിന് മുന്നേ ഇവര് വീട്ടില് ചെറിയ പ്രശ്നം ഉണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു എച്ചക്കച്ചലോ, ഒരു ചെറിയൊരു വഴക്ക് അതിലുണ്ടാകുകയും ഭർത്താവ് ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്തു. ചെറിയ മർദ്ദനമേ കിട്ടിയുള്ളൂ. അവിടെ ആ ദേഷ്യത്തിന് ഭർത്താവ് ബാങ്കിന്റെ മാനേജറായിരുന്നു. അദ്ദേഹത്തിന്റെ താക്കോല്, ലോക്കറിന്റെ താക്കോൽ അടക്കം എടുത്ത് ദൂരെ കളഞ്ഞു. അത് തിരിച്ചു കിട്ടാത്ത രീതിയിൽ താക്കോൽ നശിപ്പിച്ചു കളഞ്ഞു. രാവിലെ എഴുന്നേരുമ്പോൾ തന്നെ ഈ പ്രശ്നവും പഴക്കും വക്കാണൊക്കെ തീർന്നു. പക്ഷെ അയാൾ നോക്കുമ്പോൾ താക്കോല് കണ്ടില്ല. പിന്നെയൊക്കെ ബാങ്കിൽ പോകാൻ പറ്റുമോ? ലോക്കറിന്റെ താക്കോലോ, ഷട്ടറിന്റെ താക്കോലോ, ബാങ്കിന്റെ താക്കോലോ, ഒരുപാട് താക്കോൽ കൂട്ടം പോയി. മാനേജർ ജോലി പോയി, മാനേജർ ഔട്ടായി. ഇനി ആ ലോക്കറെല്ലാം പൊട്ടിച്ച് പുതിയ ലോക്കർ വെക്കുന്നതിന് 10 ലക്ഷം രൂപയുടെ ഏകദേശം ചെലവ് വരുമെന്ന് പറഞ്ഞു. ഇവരെ അടുത്താണെങ്കിൽ 10 പൈസയില്ല. ഈ പെണ്ണിത് എങ്ങനെ പുറത്തു പറയും, എങ്ങനെ പറയാതിരിക്കും? ഇത്രയും സാഹചര്യമായ സ്ഥിതിക്ക് ഇനി പുറത്ത് പറഞ്ഞാൽ ഭർത്താവ് സ്ത്രീയെ ബാക്കി വെച്ചേക്കാണ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു നിവൃത്തി ഇല്ലാത്ത വന്നുകൊണ്ടാണ് ഇത്രയും വിഷമിച്ച് എൻ്റെ അടുത്ത് വന്നത്. ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ ഓരോ വീട്ടുകാരും, ഇതിനെ വലുതും ചെറുതുമായ പല പ്രവൃത്തികളും നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പ്രാക്ടിക്കൽ ചീത്ത പറയാ എന്ന് പറയുന്നത്. അവസാനം വേറെ ആരും അറിയാതെ ഞാൻ മാത്രം അറിഞ്ഞ് അവിടെ അച്ഛന്റെ പേരിൽ 4 മുറി പീടി ഉണ്ടായിരുന്നു, അത് വിൽക്കുകയും ആ പൈസയെല്ലാം ബാങ്കിൽ തിരിച്ചടക്കുകയും ഇപ്പോൾ അയാൾ വീണ്ടും ജോലി കയറി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.